ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ AD തോമസ് MLA ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്നിറങ്ങും. അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. സന്തോഷമായല്ലോ. താനും തന്റെ പാർട്ടിപ്പെട്ട സകല ഡൂക്ലികളും കാണിച്ചെന്ന എല്ലാവരെയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ തല്ലി. പിന്നെ അനുഭവിച്ചോട്ടോ. നേരത്തെ പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന സന്ദീപ്, ഇവർ 2 പേർക്കുമെതിരെയാണ് പരാതി. അവർ 2 പേർക്കുമെതിരെ നടപടി ഉടൻ വരാനുള്ള സാധ്യതയുമുണ്ട്. അബ്ജോദ്, എന്നെ രക്ഷിക്കണം. ഇതിനു മുമ്പ് 3 തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫറാ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടൻ വരുത്തി വെച്ചല്ലേ. ഇടീ, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP-ക്കാര് പറഞ്ഞു, INSP-ക്കാരെ ഞാൻ തല്ലി. കാക്കി വേഷവും കെട്ടി തലയിലൊരു തൊപ്പിയും വെച്ചാൽ എന്ത് തോന്നിയാസം കാണിക്കാനുള്ള ലൈസൻസ് കിട്ടിയെന്നാണോ നീ കരുതിയിരിക്കുന്നത്? എന്തായാലും വിക്രമൻ സാർ ഇത്തരം അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.